ഇഖ്ലാസോടുകൂടെയുള്ള അമല് നമ്മൾ ചെയ്യുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായങ്ങൾ അല്ലാഹു തആല ചൊരിച്ചു തരും. ആ ഒരു ബറക്കത്തിനോളം വലിയ ബറക്കത്ത് വേറെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുടുംബങ്ങളിലും വീടുകളിലും താമസിക്കുന്ന ആളുകൾക്ക് വലിയ ബറക്കത്തുണ്ടാകണമോ? അൽ ബറക്കത്തു മഅൽ അകാബിരി. പ്രായം ചെന്ന ആളുകൾ നമ്മളെ വീടുകളിൽ താമസിക്കണം. പ്രായമുള്ള ആളുകളെ കൊണ്ട് ഒരു പ്രത്യേക ബറക്കത്തുണ്ടോ? ഉണ്ട്. ഇപ്പത്തെ സിറ്റുവേഷനൊക്കെ വേറെയാണ്. അല്ലാ, ഇപ്പൊ അടുത്തൊരു ചിത്രം കണ്ടു. നാടൊന്നും ചോദിക്കരുതേ, പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ ചിത്രം എന്നറിയാം നിങ്ങൾ? 3 മക്കളുണ്ട് ഒരു ബാപ്പക്കും ഉമ്മക്കും. 3 മക്കളും വേറെ വീട് വെച്ച് താമസിച്ചു. ഈ ബാപ്പയും ഉമ്മയും അങ്ങേയറ്റത്ത് പ്രായം എത്തിയിട്ടുണ്ട്. അവര് സ്വന്തം തറവാട്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനും അലക്കാനും ഒന്നും കഴിയാതെ രോഗങ്ങളും മറ്റുമൊക്കെ പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുന്ന ബാപ്പക്കും ഉമ്മക്കും താങ്ങും തണലുമാകാൻ ഒരൊറ്റ മകനുമില്ല. ആ 3 ആൺമക്കളും ഒരു സാധാരണ ആൾക്കാരല്ല, ജീവിതത്തിന് നല്ല നിലവാരമുള്ള ആളുകളാണ്. അവരോട് ആ വിഷയം പറഞ്ഞപ്പോൾ അവരെന്താ പറയുന്നതെന്നറിയോ? ബാപ്പാനെയും ഉമ്മാനെയും ശുശ്രൂഷിക്കാൻ ഞങ്ങൾ അവിടെ ഒരു വേലക്കാരിയെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്നിട്ടുണ്ടോ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും തീരുന്നത്? തീരൂല, തീരാനും പാടില്ല. അങ്ങനെ വേണ്ടേ അല്ലേ? അപ്പൊ നമ്മളെ വീടുകളിലൊക്കെ ബാപ്പ വന്നു ഉമ്മ വന്നു താമസമൊക്കെയാണ് കുറച്ചു നേരം. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചോദ്യം? ഉമ്മഞ്ഞ എന്നാ പോണെന്നാ, അല്ലെ ബാപ്പ എന്നാ പോണെന്നാ ചോദിക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് മടുത്തോ? അല്ലെങ്കിൽ നമ്മളെ കൂടെ കിടക്കുന്ന നമ്മുടെ ഭാര്യയ്ക്ക് മടുത്തോ, പെണ്ണിന് മടുത്തോ? അവരൊക്കെ ശരിക്ക് പറഞ്ഞ് പഠിപ്പിക്കണം ബറക്കത്തിന്റെ മധുരം. ബാപ്പയും ഉമ്മയും വല്ലിപ്പയും വല്യമ്മയൊക്കെ കൂടെ താമസിക്കുമ്പോൾ ഒരു ബറക്കത്ത് അത് വേറെയാണ്. അവരുടെ ഒരു പ്രാർത്ഥനയും നമ്മുടെ ഒരു 100 പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ ദിക്റും അവരുടെ നിസ്കാരവും അവർ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും ഓരോ സേവനങ്ങളും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ വലിയ മാറ്റമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു കെൽപ്പ് വേണം നമുക്ക്. അൽ ബറക്കത്തു മഅൽ അകാബിരി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെറുതെ പറഞ്ഞതല്ല, നമ്മളൊക്കെ നോക്കി പറഞ്ഞതാ. അവറും പത്രാസൊക്കെ ഉണ്ടാകും. അതിന് ബാപ്പയും ഉമ്മയൊക്കെ കൂടെയുള്ള ജീവിതത്തിന്റെ അത്ര ഒരു പവറും പത്രാസും ഒറ്റക്ക് നീ എത്ര അടിച്ച് പൊളിച്ച് ജീവിച്ചാലും കിട്ടൂല. നിങ്ങളൊക്കെ നിങ്ങളെ നാട്ടിലെ ചിത്രങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് നോക്കി. ഞാൻ എണ്ണി പറയണ്ട. അങ്ങനെ ഒന്ന് തികഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. എല്ലാം നേടിയെടുത്ത അവരൊക്കെ മാറ്റി നിർത്തിയിട്ടൊക്കെ മുറാദൊക്കെ ആസിലായ സന്തോഷത്തോടെ പോകുന്ന ഒരൊറ്റാളും ഉണ്ടാവില്ല. അവരെ കൂടെയാണ് ബറക്കത്ത്. അല്ലാഹു തആല പോലും പരിഗണിക്കുന്ന ഒരു പരിഗണനയല്ലേ അത്? ഈ ഭൂമിയിൽ വലിയ അദാബ് അല്ലാഹു തആല വർഷിപ്പിക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണി പറഞ്ഞതല്ലേ, ശുയൂഖുൻ റുക്ക, വളയാൻ പോകുന്ന രീതിയിലുള്ള വൃദ്ധന്മാരുടെ ഇബാദത്തും ദിക്റും സ്വലാത്തും ദുആഉം നമുക്ക് അദാബ് അങ്ങോട്ട് പരത്തി തരാതിരിക്കാൻ അല്ലാഹു തആല വെച്ച ഒരു മറയാണത്. ആ പ്രായത്തിലുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ടൊരു പരിഗണന അതുണ്ട്. അവിടെ ആ പ്രായമുള്ള ഒരാളില്ലേ, അത്രയും പ്രായമുള്ള അത്രയും ബഹുമാനമുള്ള പ്രായമുള്ള ഒരാളില്ലേ, അതുകൊണ്ടൊരു പരിഗണന, ആ പരിഗണന ഉണ്ട്. ആ പരിഗണനക്ക് വലിയ ലെവലുണ്ട്. അതെപ്പോഴും നമ്മൾ കാണേണ്ട ഒന്നാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും എത്രമാത്രം വലിയ ബഹുമാനമാണ് പ്രായമുള്ള ആളുകളോട് കാണിച്ചതെന്നറിയോ നിങ്ങൾ? മക്ക വിജയത്തിന്റെ അന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തിയതാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മകളോട് പറഞ്ഞു, മകളെ
എന്താ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കഅബന്റെ ഭാഗത്തുനിന്ന്. ശരിക്കും ഒരു കാഴ്ചക്കൊരു ചെറിയ കുറവുണ്ട് ഉപ്പാക്ക്, പ്രായം അത്രയും കൂടുതലുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പ സ്വന്തം മോളോട് പറയാണ്, ഒന്ന് ആ ഉയരത്തിലേക്ക് ഒരു ചെറിയ കുന്നുണ്ട് വീടിന്റെ അപ്പുറത്ത്, ഒന്ന് അങ്ങോട്ട് കൈപിടിച്ച് ഞാൻ നോക്കട്ടെ എന്താണ്. നോക്കിയാൽ കാണുന്നില്ല, പക്ഷെ ഈ മോൾക്ക് നോക്കിയാൽ കാണും. മോളോട് ചോദിച്ച് എന്താ അവിടെ കാണുന്നുണ്ടോ? അവിടെ കുറേ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൂടെ മദീനത്ത് നിന്ന് മക്കയിലേക്ക് വന്നവരെന്നെ 10,000 ഉണ്ട്. പിന്നെ മക്കത്തുള്ള ആളുകളും മറ്റൊക്കെ വേറെയും കുറെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പ പറഞ്ഞു, എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തൊക്കെ വന്നിട്ടുണ്ടാകും, അതാണ് ആ കാണുന്നത്. എനിക്ക് അവരുടെ അടുത്തേക്കൊന്ന് പോകണം, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് കാണണം. ആ ആഗ്രഹം പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു. ഉപ്പാന്റെ കൈയും പിടിച്ച് നേരെ കൊണ്ടുപോകാണ് കഅബയുടെ സമീപത്തേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഭാഗത്തേക്ക്. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഈ പ്രായമുള്ള ഉപ്പാൻ എങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് കാണുമ്പോൾ കണ്ടപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എഴുന്നേറ്റു, അടുത്തേക്ക് വന്നു പരിചയം പുതുക്കി. കൈ കൊടുത്തപ്പോഴേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖേ, ഇത്ര പ്രായമുള്ള ഉപ്പാനെ ഇങ്ങോട്ട് നടത്തിക്കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നോ? നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നില്ലേ? എത്ര പ്രായമുണ്ട് ഉപ്പാക്ക്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല നബിയെ, ഉപ്പ ഇങ്ങോട്ടാണ് വരേണ്ടത്, അതാണല്ലോ അതിന്റെ ബഹുമാനത്തിന്റെ ശൈലി എന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോയി കാണാമായിരുന്നില്ലേ എന്നല്ലേ. എന്തൊരു ബഹുമാനമാണത്! പ്രായമുള്ള ആളുകളെ എപ്പോഴും ബഹുമാനിക്കണം. അവരിൽ നിന്ന് ഒരു പക്ഷേ പ്രായത്തിന്റെ അങ്ങേ അറ്റം എന്ന നിലക്ക് ചില വാക്കുകൾ രസിക്കാതെ വരും, ചില പ്രവർത്തനങ്ങൾ സുഗമമല്ലാത്ത രീതിയിൽ വരും. ക്ഷമിക്കണം ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, നല്ല ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെ വർത്തിക്കണം. അവരെ കൊണ്ട് ഉണ്ടായിത്തീരുന്ന ബറക്കത്താണ് കാക്ഷിക്കേണ്ടത്. ആ ബറക്കത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, അവിടുത്തേക്കാൾ എത്രയോ പ്രായമുള്ള ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശം കേട്ട് 10 വർഷക്കാലം മഹാനവറുകൾക്ക് ഖിദ്മത്ത് ചെയ്തില്ലയോ? അവിടുത്തെ തോട്ടത്തിലും അവിടുത്തെ പറമ്പിലുമായി നല്ല ജോലി പോലെ സേവനം ചെയ്തിട്ട് 10 വർഷക്കാലം ശുഐബ് നബി അലൈഹിസ്സലാമിനെ തൃപ്തിപ്പെടുത്തിയല്ലോ. ആ തൃപ്തിപ്പെടുത്തിയപ്പോൾ സന്തോഷത്തിന്റെ സമ്മാനമായിട്ടല്ലേ സഫൂറാ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അന്ന് വളരെ ചെറുപ്പമാണ്. 30 വയസ്സും 31 വയസ്സും ചില്ലറയുമേ ആയിട്ടുള്ളൂ. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വരുമ്പോ തിരിച്ചു പോകുമ്പോ 40 വയസ്സും ചില്ലറ മാസവും കഴിഞ്ഞിട്ടുണ്ട്. ആ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. രണ്ടാളും കൂടി വീണ്ടും മിസ്റിലേക്ക് പോവുകയാണ്. സന്തോഷത്തോടെയുള്ള യാത്ര. ഇത്രയും കാലം ഖിദ്മത്തെടുത്തത് ആ ഉപ്പയോടുള്ള ബഹുമാനം കൊണ്ടാണ്. ആ 2 മക്കൾക്കും വെള്ളം കോരി കൊടുക്കാനുള്ള കാരണം തന്നെ വഅബൂനാ ശൈഖുൻ കബീർ, വെള്ളം കോരിയെടുക്കാൻ വേണ്ടി ഈ കിണറിന്റെ അടുത്തേക്ക് വരാൻ ഞങ്ങളെ ഉപ്പാക്ക് കഴിയില്ല. ഉപ്പാക്ക് അങ്ങേയറ്റം പ്രായമായിട്ടുണ്ട്. ഞങ്ങൾ 2 പെൺമക്കൾ മാത്രമേ വീട്ടിലുള്ളൂ. ഈ ആണുങ്ങളൊക്കെ വെള്ളം കോരി എടുത്ത് പോയിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ. പ്രായമുള്ള ഉപ്പാക്ക് വെള്ളം കിട്ടാൻ ഇനിയും നേരം വൈകുമെന്ന് കണ്ടപ്പോ അവരിൽ നിന്ന് പാത്രങ്ങൾ മേടിച്ച് മൂസാ നബി അലൈഹിസ്സലാം വെള്ളം കോരിക്കൊടുത്ത് നേരത്തെ അവരെ വീട്ടിലേക്ക് അയച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ ഉപ്പ വലിയ സന്തോഷം നൽകിയിട്ട് പറഞ്ഞില്ലേ, ലാ തഖഫ്, നിങ്ങൾ ഒന്നും പേടിക്കരുത്. മിസ്റിൽ നിന്ന് ഒരാളും തെരഞ്ഞ് ഇങ്ങോട്ട് വരില്ല, നിങ്ങളെ ഒരാളും കൊണ്ടുപോകില്ല. നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ,
ആ അക്രമികളായ സമൂഹത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒട്ടും പേടിക്കേണ്ടതില്ല.